നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പുന്നപ്പുഴയിൽ പാലം നിർമ്മിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 1 കോടി രൂപ പ്രഖ്യാപിച്ചു. പ്രളയം തകർത്ത പുഞ്ചക്കൊല്ലി പാലം പുനർനിർമ്മിക്കാൻ ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. നടത്തിയ നിയമഭരണ രംഗത്തെ പോരാട്ടങ്ങളുടെ വിജയമാണ് സംസ്ഥാന ബജറ്റിൽ പുതിയ പാലത്തിനായുള്ള പ്രഖ്യാപനം. പത്ത് വർഷത്തെ അവഗണനയ്ക്കൊടുവിൽ മലബാറിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തുപകർന്ന് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചു. ചാലിയാർ കുടുംബാരോഗ്യത്തിലെ HMCയിലേക്ക് 3 വളണ്ടിയർമാരെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സഹിൽ അകമ്പാടം 17 നടന്ന ബോർഡ് യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും കൊടുത്തുവിട്ട ലിസ്റ്റിനാണ് അംഗീകാരം കൊടുത്തിട്ടുള്ളതെന്നും സഹിൽ അകമ്പാടം. നിലമ്പൂരിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം. നിലമ്പൂർ നഗരസഭ അധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ ടിവിയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ തീരുമാനിച്ചത്. ചന്തക്കുന്ന് ബംഗ്ലാവുകുന്ന് പരിസരത്തെ ലഹരി ഉപയോഗം തടയാൻ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പഠനം മുടക്കി ഇവിടെ എത്തി സമയം ചിലവഴിക്കുന്നത് പരിസരവാസികൾക്കും ബുദ്ധിമുട്ടാകുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പുന്നപ്പുഴയിൽ പാലം നിർമ്മിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 1 കോടി രൂപ പ്രഖ്യാപിച്ചു. പ്രളയം തകർത്ത പുഞ്ചക്കൊല്ലി പാലം പുനർനിർമ്മിക്കാൻ ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. നടത്തിയ നിയമഭരണ രംഗത്തെ പോരാട്ടങ്ങളുടെ വിജയമാണ് സംസ്ഥാന ബജറ്റിൽ പുതിയ പാലത്തിനായുള്ള പ്രഖ്യാപനം. 2019 പ്രളയത്തിലാണ് പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകി വഴിക്കടവ് പഞ്ചായത്തിലെ അളക്കൽ പുഞ്ചക്കൊല്ലി ഉന്നതികളെ ബന്ധിപ്പിച്ചിരുന്ന പുഞ്ചക്കൊല്ലിയിലെ ഇരുമ്പ് പാലം തകർന്നത്. പ്രളയം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടും പുഞ്ചക്കൊല്ലിയിലെയും മുണ്ടേരി ഇരുട്ടുകുത്തി കടവിലെയും പാലം പുനർനിർമ്മിക്കാത്തതും വീടുകൾ തകർന്ന് വനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കുടിലുകളിൽ ഒറ്റപ്പെട്ട 300 ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുമായി 2023 ആര്യടൻ ഷൗക്കത്ത് പൊതു താൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇരുട്ടുകുത്തി കടവിൽ പാലം പണി പൂർത്തീകരണത്തിലെത്തിയെങ്കിലും പുഞ്ചക്കൊല്ലിയിൽ പാലം പണി ആരംഭിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വർഷം ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ എം.എൽ.എ. ആയതോടെ ആര്യടൻ ഷൗക്കത്ത് പുഞ്ചക്കൊല്ലി പാലത്തിനായി ഭരണതലത്തിലും സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് മന്ത്രിതല ഉന്നത യോഗം വിളിച്ചെങ്കിലും നടപടിയായില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിച്ച ഷൗക്കത്ത് പ്രഥമ പരിഗണന നൽകുന്ന പദ്ധതിയായി പ്രഖ്യാപിച്ചത് പുന്നപ്പുഴയിലെ പാലം നിർമ്മാണമായിരുന്നു. മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ച് അതിനായുള്ള സമ്മർദ്ദവും ശക്തമാക്കിയിരുന്നു. ഈ മഴക്കാലത്ത് പുന്നപ്പുഴ കടക്കുവാൻ മുള കൊണ്ട് ചങ്ങാടം കെട്ടി സാഹസയാത്ര നടത്തുന്ന പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികളിലെ കുടുംബങ്ങൾക്ക് അടുത്ത തവണ പാലത്തിലൂടെ പോകുവാനുള്ള സൗകര്യം ഒരുക്കാനാകുമെന്ന് ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. പറഞ്ഞു. 10 വർഷത്തെ അവഗണനയ്ക്കൊടുവിൽ മലബാറിന്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചു. 2016 ഉമ്മൻചാണ്ടി സർക്കാരിൽ ആര്യടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കെ സംസ്ഥാനം പാത നിർമ്മാണ ചെലവ് വഹിക്കാമെന്ന് റെയിൽവേയുമായി ധാരണാപത്രം ഒപ്പുവെച്ച പാത ഇടത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 50% ചെലവ് വഹിക്കുവാൻ കേരള സർക്കാർ കേന്ദ്രത്തോട് സമ്മതിച്ച ഏക പദ്ധതിയായിരുന്നു നിലമ്പൂർ നഞ്ചൻകോട് പാത. DMRC മുഖ്യ ഉപദേഷ്ടാവും റെയിൽവേയുടെ ഏകാംഗ കമ്മീഷണറുമായ ഈ ശ്രീധരനെ പാതയെക്കുറിച്ച് പഠനം നടത്തുവാൻ നിയോഗിച്ചു. ശ്രീധരന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് 236 കിലോമീറ്റർ എന്നതിന് പകരം 162 കിലോമീറ്ററിൽ പാതയുടെ പണി തീർക്കാമെന്നും 6000 കോടിക്ക് പകരം 3500 കോടി രൂപ മാത്രമേ ചിലവ് വരികയുള്ളൂ എന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി രൂപീകരിച്ചു. ഇത് റെയിൽ അംഗീകരിക്കുകയും നിലമ്പൂർ നഞ്ചൻകോട് പാതയെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ബജറ്റിൽ പാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി UDF സർക്കാർ 5 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി ഉൾപ്പെടുത്തി. വിശദ പദ്ധതി രേഖ സമർപ്പിക്കുവാൻ DMRCയെയും ഈ ശ്രീധരനെയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2016 കേന്ദ്ര റെയിൽവേ ബജറ്റിൽ ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ ഇന്ത്യയിൽ 11ാമതായി നിലമ്പൂർ നഞ്ചൻകോട് പാതയെ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. അതുകൊണ്ട് പദ്ധതി തുടർന്നു കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. പിന്നീട് അധികാരത്തിൽ വന്ന ഇടത് സർക്കാർ തലശ്ശേരി മൈസൂർ പാതയെക്കുറിച്ച് പഠനം നടത്തുവാൻ ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തുകയായിരുന്നു.
ഈ പാത ഒട്ടും പ്രായോഗികമാവില്ലെന്ന് ശ്രീധരൻ റിപ്പോർട്ട് നൽകി. എന്നാൽ UDF സർക്കാരിന്റെ കാലത്ത് പ്രഥമ പരിഗണന നൽകിയ നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിച്ച് ഒട്ടും പ്രായോഗികമല്ലാത്ത തലശ്ശേരി മൈസൂർ പാതയെ പരിഗണിക്കുകയായിരുന്നു ഇടതു സർക്കാർ. നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ പ്രാധാന്യം വ്യക്തമാക്കി പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കുവാൻ ആര്യടൻ ഷൗക്കത്ത് MLA മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. 10 വർഷത്തിന് ശേഷം പാതയ്ക്ക് സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ചത് നിലമ്പൂരിലെ റെയിൽവേ വികസന പ്രതീക്ഷകൾക്ക് പുതുജീവൻ നൽകുകയാണ്. ചാലിയാർ കുടുംബാരോഗ്യത്തിലെ HMCയിലേക്ക് 3 വളണ്ടിയർമാരെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സഹിൽ അകമ്പാടം 17 നടന്ന ബോർഡ് യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും കൊടുത്തുവിട്ട ലിസ്റ്റിനാണ് അംഗീകാരം കൊടുത്തിട്ടുള്ളതെന്നും സഹിൽ അകമ്പാടം പറഞ്ഞു. 17-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നുകൊണ്ടെടുത്തിട്ടുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. കാരണം പഞ്ചായത്തിന് കീഴിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്ക് 3 വളണ്ടിയർമാരെ തീരുമാനിച്ചത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് തീരുമാനമെടുത്തത്. ഈ തീരുമാനം സാധൂകരണമില്ല എന്നുള്ളത് പഞ്ചായത്ത് രാജ് ആക്ട് 2010 ആക്ട് പ്രകാരം ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവരന്ന് ബോർഡ് കൈക്കൊണ്ട തീരുമാനം. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പഞ്ചായത്തിൽ 3 വളണ്ടിയർമാരെ തീരുമാനിക്കുമ്പോൾ ഏകാഭിപ്രായത്തോടു കൂടിയിട്ടായിരിക്കണം ഭരണസമിതി ഈ 3 വളണ്ടിയർമാരെ തീരുമാനിക്കാൻ. എന്നാൽ ഏകാഭിപ്രായത്തോടു കൂടിയിട്ടല്ല അവിടെ തീരുമാനിച്ചത്. വിദഗ്ധരായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഈ പഞ്ചായത്തിൽ താമസക്കാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് പകരം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് ഈ 3 വളണ്ടിയർമാരെയും തീരുമാനിച്ചത്. ഇത് ചട്ടവിരുദ്ധമാണ്. ഇത് ഐക്യകണ്ഠേനയുള്ള തീരുമാനമല്ല. ഇതിന് പ്രതിപക്ഷാംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ കാറ്റിൽ പറത്തി ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ രാഷ്ട്രീയവൽക്കരണത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പഞ്ചായത്ത് ബോർഡ് ഐക്യകണ്ഠേനയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പഞ്ചായത്ത് പരിധിയിലെ ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ചട്ടവിരുദ്ധമായി പഞ്ചായത്ത് രാജ് നിയമങ്ങളെ ഭൂരിപക്ഷത്തിന്റെ മറവിൽ മറികടക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി മുന്നോട്ടു പോകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ, ഓംബുഡ്സ്മാൻ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകും. ചാലിയാർ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച പാരമ്പര്യമാണ് മുൻ ഭരണസമിതിക്കുള്ളത്. ചട്ടവിരുദ്ധ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കുമെന്നും സഹിൽ അകമ്പാടം പറഞ്ഞു. നിലമ്പൂരിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം. നിലമ്പൂർ നഗരസഭ അധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ TBയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ തീരുമാനിച്ചത്. മാനവേദൻ സ്കൂൾ റോഡിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയും സ്വകാര്യ ബസ്സുകൾ സഞ്ചരിക്കുന്നത് കർശനമായി തടയും. താഴെ ചന്തക്കുന്നിൽ ട്രാഫിക് സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് MLAയുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കും. നിലമ്പൂർ ആശുപത്രിയിലേക്ക് വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യുവാൻ സ്ഥലമൊരുക്കുവാൻ നഗരസഭ ശ്രമം നടത്തും. ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള വഴിയോര കച്ചവട ബങ്കുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഒഴിവാക്കും. കനോലി പ്ലോട്ടിന് സമീപമുള്ള ഉപയോഗശൂന്യമായ ബങ്കുകൾ ഒഴിവാക്കും. വഴിയോര കച്ചവടം നിശ്ചിത സ്ഥലത്ത് നിർണയപ്പെടുത്തും. KNG റോഡിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ സീബ്ര ലൈനും ഓട്ടോറിക്ഷകൾക്കുള്ള പാർക്കിംഗ് ട്രാക്കും വരയ്ക്കും. നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ KSRTCക്ക് അനുവദിച്ച ട്രാക്കിൽ മാത്രം KSRTC ബസ്സുകൾ നിർത്തണം. മറ്റ് ഭാഗങ്ങളിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും ഒഴിവാക്കും. ബസ് സ്റ്റാൻഡിലേക്കും തിരിച്ചും സ്വകാര്യ ബസ്സുകൾ മിൽമ റോഡിലൂടെ പോകുന്നത് ഒഴിവാക്കും. റോഡിൽ തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കുവാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുവാൻ നഗരസഭ ശ്രമം നടത്തുമെന്നും നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ഇത്രയും പേരെങ്കിലും ഒന്നിച്ചു നിന്ന് നമ്മളന്ന് അവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകളെ നിലനിർത്തി ബാക്കി അനാവശ്യമായിട്ട് കെട്ടിത്തൂക്കിയിരിക്കുന്ന മുഴുവൻ ഒഴിവാക്കുമ്പോൾ അവിടെ വിഭാഗീയത ഉണ്ടാകുന്നു. നമ്മുടെ നാടിൻ്റെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനൊപ്പം നിൽക്കാൻ ഇവിടെ ഉണ്ടാവണം. അതേപോലെ ഹോസ്പിറ്റൽ ഭാഗത്ത് ഇന്ന കാര്യം പറഞ്ഞു, അവിടെ ഒരു സ്ഥലമുണ്ട്, ഇന്ന കഴിഞ്ഞ കാര്യം ഇപ്പോൾ പേ പാർക്കിംഗ് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ ഇപ്പോൾ ഓട്ടോയിൽ വരുന്ന ആളുകളോ അല്ലെങ്കിൽ പിന്നെ ടാക്സി വിളിച്ച് വരുന്ന ആളുകളോ അവർക്ക് സ്വന്തമായി വാഹനം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. അവർക്കൊന്ന് കുറച്ച് നിലവിൽ ഓടുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ അധികം അവിടെ വരാനില്ല സർക്കാർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഒന്ന് ഫീസ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം.
യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തുംപടിക്കൽ, നിലമ്പൂർ സ്റ്റേഷൻ SI തോമസ് കുട്ടി ജോസഫ്, AMVI ഈസ്റ്റർ യാഷിക, നിലമ്പൂർ PWD റൂട്ട്സ് വിഭാഗം AEC അനീഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ്, KSRTC നിലമ്പൂർ ഡിപ്പോ GCIP ഷാജി, വിവിധ സംഘടനാ പ്രതിനിധികളായ മുഹമ്മദ് നജീബ്, റിയാസ് കവാട്, സൈദ് അലവി കുന്നുമൽ, SD മത്തായി, റഹീം ചോലയിൽ, C ജയരാജൻ, നിയാസ് ചാലിയാർ, TMS ആസിഫ്, മുഹമ്മദ് അഷ്റഫ്, ഹസ്കർ, ഫൈസൽ തയ്യിൽ, OT നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്തക്കുന്ന് ബംഗ്ലാവ് പരിസരത്തെ ലഹരി ഉപയോഗം തടയാൻ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പഠനം മുടക്കി ഇവിടെ എത്തി സമയം ചെലവഴിക്കുന്നത് പരിസരവാസികൾക്കും ബുദ്ധിമുട്ടാകുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 4ാം ഡിവിഷനിലാണ് നമ്മളെ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിരന്തരം രാവിലെ 8 മണി മുതൽ നമ്മുടെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു വരുന്ന വിദ്യാർത്ഥിനികളും ഒന്ന് പോവുകയും അവിടെ വൈകുന്നേരം വരെ സമയം ചെലവാക്കിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് നിലമ്പൂരിലുള്ള അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ നിലമ്പൂരിലും എല്ലാ ഭാഗങ്ങളിലും പോലീസ് അരിച്ചുപൊറുക്കി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഈ ഭാഗം, ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ആ ഭാഗത്ത് പോലീസിന്റെ ഒരു ഹെഡ് പോസ്റ്റ് കൊടുത്തുകൊണ്ട് അവിടെ ഒരു രാവിലെയും വൈകുന്നേരവും റെയ്ഡ് നടത്തിക്കൊണ്ട് ഈ അനാശാസ്യത്തിൽ ഏർപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരെ നല്ല അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയെല്ലാം പോലീസിന് ഒരു നിവേദനം കൊടുത്തുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ കാര്യത്തിൽ പോലീസിന്റെ ശ്രദ്ധ ആ ഭാഗത്തുണ്ടാണെന്ന് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇന്നിവിടെ SIനെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പഠനം മുടക്കി ഇവിടെ എത്തി സമയം ചിലവഴിക്കുന്നത് പരിസരവാസികൾക്കും ബുദ്ധിമുട്ടാകുന്നു എന്ന് പരാതിയിൽ പറയുന്നു. ഓപ്പറേഷൻ തൂഫാൻ കേരളം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ നിലമ്പൂരിലെ പോലീസ് സ്റ്റേഷനും അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ പോലീസുകാർ വളരെ നല്ല ഇടപെടലുകളാണ് ഓപ്പറേഷൻ തൂഫാനിൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ജനമൈത്രി പോലീസ്, അത് കഴിഞ്ഞ് പിന്നെ SPC, അതിലൊക്കെ ഈ ലോ ആൻഡ് ഓർഡർ മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന പോലീസുകൾ ജനങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ മാനവേദൻ സ്കൂളിന്റെ പരിസരം, അതുപോലെ ബംഗ്ലാവുന്ന് സ്കൈവാക്ക ചുറ്റിലൊക്കെ അവിടെ വളരെയധികം ആ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് അവിടുത്തെ ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂൾ കുട്ടികൾ അടക്കം, കോളേജ് കുട്ടികൾ വേറെ ഉണ്ട്, സ്കൂൾ കുട്ടികൾ അടക്കം അവിടെ വന്നിരുന്നിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. അതിലൊരു നല്ല രീതിയിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും അത് അവിടുന്ന് തുടച്ചു നീക്കി നല്ല രീതിയിൽ അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ വരേണ്ടതെന്നുള്ള ഒരു നിവേദനം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാവ് കുന്ന് പ്രദേശവും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചമ്പക്കുന്നിലെ ബംഗ്ലാവ് കുന്നിലെ ഒരു ദയനീയ അവസ്ഥക്കെതിരെയാണ് നമ്മൾ ഈ നിവേദനം നിലമ്പൂർ പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ രാവിലെ 8 മണിക്ക് വന്നുകാണ്ട് വൈകുന്നേരം വരെ ആ കാട്ടിൽ തങ്ങുന്ന ഒരവസ്ഥ ഉണ്ട്. അതിനെതിരെ അതേപോലെ തന്നെ ആ കുട്ടികൾ മാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവില്ലത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ടിപ്പുലക്കൽ, നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമ്പഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു, കൌൺസിലർമാരായ TT റജീന, T ഹാജിറ, പ്രഭ, STU ഭാരവാഹി റഷീദ് തിരുനെല്ലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിലെത്തി നിവേദനം നൽകിയത്. മഴക്കാലത്ത് പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിനായി ശുചീകരണ പ്രവർത്തികൾ നടത്തി പോലീസും. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ഉദ്യോഗസ്ഥർ പരിസര ശുചീകരണം നടത്തി. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി എല്ലാ സ്റ്റേഷനുകളും നിർദ്ദേശം നൽകിയിരുന്നു. അത് പ്രകാരമാണ് ഇന്ന് നമ്മളിവിടെ എല്ലാ പോലീസുകാരുടെയും നേതൃത്വത്തിലുള്ള ആളുകൾ ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CI സാർ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എല്ലാ പോലീസുകാരും വന്നിരുന്നു. നമ്മൾ വീടും പരിസരവും ഇതുപോലെ എല്ലാ വീടും പരിസരവും എല്ലാവരും വൃത്തിയാക്കി പൊതുവെ ശല്യം കുറച്ച് മാരക രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. എല്ലാവരും അതിനു വേണ്ടിയിട്ട് തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
കാടുമൂടി കിടന്നിരുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കിയും മരച്ചില്ലകൾ വെട്ടിമാറ്റിയും സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. ഡിവൈഎസ്പി ഓഫീസിന് സമീപം പിടിച്ചിട്ട വാഹനങ്ങൾ സൂക്ഷിച്ച സ്ഥലത്തെ കാടും വെട്ടിമാറ്റി. ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ SI തോമസ് കുട്ടി ജോസഫ്, ASI EN സുധീർ, VK അജിത് കുമാർ, AP സബിൻ, അനസ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ പങ്കാളികളായി. എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി നിലമ്പൂരിൽ വൻ വ്യാജമദ്യ വാഷ് വേട്ട. മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരുത്തിലെ പൊന്തക്കാടുകൾക്കിടയിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ച നിലയിലാണ് 283 ലിറ്റർ വാഷ് നിലമ്പൂർ എക്സൈസ് സംഘം കണ്ടെടുത്തത്. മതിൽമൂല ഉന്നതിയിൽ പുഴയുടെ തുരുത്തിലാണ് വാഷ് സൂക്ഷിച്ചിരിക്കുന്നത്. 35 ലിറ്റർ കൊള്ളുന്ന 5 ക്യാനുകളിലും 30 ലിറ്റർ കൊള്ളുന്ന 3 ഡ്രമ്മുകളിലും 18 ലിറ്റർ കൊള്ളുന്ന ഒരു കുടത്തിലുമായിട്ടാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. ഉടമസ്ഥനില്ലാത്ത നിലയിലായിരുന്നു ഇവ കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർ നടപടികൾക്കായി കേസ് രേഖകളും സാമ്പിൾ കുപ്പികളും തൊണ്ടിമുതലുകളും നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N പ്രേമാനന്ദ കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ CK റംഷുദ്ദീൻ, CO വിഷ്ണുജിത്ത്, CO ഡ്രൈവർ മെഹ്മൂദ് എന്നിവരും പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 1/2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ ബർധമാൻ റായ്ഗ്രാം സ്വദേശി നൂർ ആലം ഷെയ്ഖിനെ ആണ് എടവണ്ണ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കാരക്കുന്ന് ആമയൂർ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. അവധിക്കായി നാട്ടിൽ പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 1/4 ലക്ഷത്തോളം രൂപ വില വരും. കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ച 12,500 രൂപയും പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കും ഇലക്ട്രോണിക് ത്രാസും കോടതിയിൽ ഹാജരാക്കും. ഇൻസ്പെക്ടർ പ്രൈജു G, ASI ടോണി ജോസഫ്, സീനിയർ CPO എൽദോസ്, CPO M നജീബ്, ഡാൻസർ അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻ ദാസ് T, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജൂൺ 19 വായനാ ദിനത്തിന്റെ ഭാഗമായി കൽക്കുളം ഈസ്റ്റ് MMM LPS സ്കൂളിൽ മുണ്ടമ്പ്ര ഉസ്മാൻ മെമ്മോറിയൽ ലൈബ്രറി പ്രമുഖ സാഹിത്യകാരൻ ബാപ്പു ചോളുണ്ട ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കുട്ടികളോട് കഥകളെക്കുറിച്ച് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. കഥാമുറ്റത്തെ സല്ലാപം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രജീഷ് സ്വാഗതവും ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മൽ പുതിയാർ അധ്യക്ഷതയും വഹിച്ചു. ലൈബ്രറി കൺവീനർ നൈമ ടീച്ചർ കുട്ടികൾക്ക് വായനയെക്കുറിച്ച് പാട്ടുപാടി കൊടുത്തു. നന്ദിയും പറഞ്ഞു. സ്കൂൾ മാനേജർ ബിബിൻ M മുഹമ്മദ് എന്നിവർ വിശിഷ്ട വ്യക്തി ബാപ്പു ചോളുണ്ടയെ ആദരിച്ചു. അദ്ദേഹം സ്കൂൾ ലൈബ്രറിയിലേക്ക് അദ്ദേഹത്തിന്റെ 2 ബുക്കുകൾ സംഭാവന ചെയ്തു. പാലാട് ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ ദിനം സമുചിതമായി ആചരിച്ചു. പ്രത്യേക അസംബ്ലിയിൽ നടന്ന പരിപാടികൾ EMO വർക്കിംഗ് സെക്രട്ടറി മജീദ് കളത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. അക്ഷരമരം മാഗസിൻ പ്രകാശനം, പദനിർമ്മാണം, പുസ്തകാസ്വാദനം, കവിത ആലാപനം, പ്രസംഗം തുടങ്ങിയവ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഷിജു വർക്കി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ C അഷ്റഫ്, മലയാളം വിഭാഗം മേധാവി മേഴ്സി ജോർജ്, അധ്യാപകരായ ഷാമിലി PK, ലിനി സോജി, ധന്യ R, ഫസീല CP, ധന്യ K, റിബാന, ദിവ്യ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.